പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, അങ്ങയുടെ തിരുപ്പിറവിയുടെ സന്തോഷത്തിലായിരിക്കുന്ന ഞങ്ങൾ ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ കർത്താവെ അങ്ങ് പകർന്നു നൽകിയ സ്നേഹം ഞങ്ങളുടെ വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും പ്രവർത്തന മേഖലകളിലെല്ലാം കർത്താവെ ആ സ്നേഹം പ്രതിഫലിപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ആ സ്നേഹത്തിൽ ആഴപ്പെടുന്നതിനായി ഞങ്ങളുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ ഓരോരുത്തരിലേക്കും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അത് ഈ കാലഘട്ടത്തിൽ വിഘടിച്ചു നിൽക്കുന്ന കുടുംബങ്ങൾ, വ്യക്തികൾ, അതുപോലെ തന്നെ കർത്താവെ സ്ഥാപനങ്ങൾ, പിന്നെ രാജ്യങ്ങൾ, ഇതെല്ലാം ഞങ്ങൾ കാണുന്നു. അതിലെ പരിശുദ്ധാത്മാവ് ഐക്യത്തിൽ ജീവിക്കാനുള്ള കൃപാവരം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കണമേ. ആ സ്നേഹ ഐക്യത്തിൽ ഞങ്ങൾ ജീവിക്കട്ടെ. ഞങ്ങളുടെ ആ ജീവിതം മറ്റുള്ളവർക്ക് വലിയൊരു കൃപയാക്കി അങ്ങ് മാറ്റണമേ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഈശോയിലെ സ്നേഹമുള്ളവരെ, ഇന്ന് ഡിസംബർ മാസം 29-ാം തീയതിയാണ്. നമുക്കറിയാം ഇന്ന് ഒരു പ്രധാനപ്പെട്ട തിരുനാൾ ദിവസമാണ്, തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. നസറത്തിലെ തിരുക്കുടുംബം. നമുക്കറിയാം തിരുക്കുടുംബം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ സമൃദ്ധിയും ഉണ്ടായ ദൈവപുത്രനായ മിശിഹ ജനിച്ച കുടുംബം. അവിടെ എല്ലാ സമൃദ്ധിയുമുണ്ട്, അവിടെ എല്ലാ സ്വസ്ഥതയുമുണ്ട്, അവിടെ പിന്നെ ദുഃഖമൊന്നുമില്ല, സന്തോഷമുള്ള കുടുംബം. എങ്ങനെയാണ് ആ നസറത്തിലെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറിയത് എന്ന് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 2-ാം അധ്യായം 39-40 വചനങ്ങൾ വായിക്കുമ്പോൾ, കർത്താവിന്റെ നിയമപ്രകാരം എല്ലാം നിവർത്തിച്ച ശേഷം അവർ സ്വനഗരത്തിലെ ഗലീലയിലെ നസറത്തിലേക്ക് മടങ്ങി. ശിശു വളർന്നു, ജ്ഞാനം നിറഞ്ഞ് ശക്തനായി, ദൈവത്തിന്റെ കൃപ അവന്റെ മേലുണ്ടായിരുന്നു. ഇത് പറയുന്നത് തിരുക്കുടുംബത്തെ കുറിച്ചാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ നിയമം എല്ലാം അനുസരിച്ച കുടുംബമാണ് തിരുക്കുടുംബം. ഓരോരുത്തർക്കും ഓരോ ദൗത്യം ഉണ്ടായിരുന്നല്ലോ. നമുക്കറിയാം അവിടെ തിരുക്കുടുംബത്തില് യൗസേപ്പിതാവ്, മാതാവ്, ഈശോ. നമുക്കറിയാം എപ്പോഴും യൗസേപ്പിതാവ് എന്ന ദൈവത്തിന്റെ തിരഹിതം എപ്പോഴും അനുവർത്തിക്കാനായിട്ട് പരിശ്രമിച്ചിരുന്നു. യൗസേപ്പിതാവ് ചെയ്ത ജോലി ചെയ്ത കുടുംബത്തെ സംരക്ഷിക്കുകയാണ്. പരിശുദ്ധ അമ്മ വീട്ടുപണി ചെയ്ത് പരിശുദ്ധ അമ്മ ആ കുടുംബത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു. കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് പരിശുദ്ധ അമ്മ തന്റെ ദൗത്യങ്ങൾ നിർവഹിക്കുകയാണ്, ഈശോയെ സംരക്ഷിക്കുകയാണ്. അതുപോലെ യൗസേപ്പിതാവ് നമ്മൾ കാണുന്നുണ്ട്, എല്ലാം ദൈവഹിതം കാണാനായിട്ട് സ്വപ്നം കാണുന്നവൻ യൗസേപ്പിതാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ആരായുന്ന വ്യക്തിയായി. അതുപോലെ ഈശോയെ നമ്മൾ കാണുന്ന അനുസരിക്കുന്ന, ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ വളർന്നു വന്ന കർത്താവ്. ഈ തിരുനാൾ ദിവസം നമ്മുടെയൊക്കെ കുടുംബങ്ങളെ നമ്മൾക്കൊന്ന് പരിശോധിക്കാൻ പ്രിയമുള്ളവരെ. നമ്മുടെ കുടുംബങ്ങളൊക്കെ എപ്പോഴാണ് തിരുക്കുടുംബങ്ങളായിട്ട് മാറുന്നത്? നമ്മുടെ കുടുംബങ്ങളിലൊക്കെ ഒരുപാട് അസ്വസ്ഥതകളുണ്ട്, ഐക്യമില്ലാത്ത അവസ്ഥകൾ. അതുകൊണ്ട് നമ്മൾ ഇന്ന് പരിശോധിക്കുക, എന്താണ് നമ്മുടെ കുടുംബത്തെ ഈ വിഭജിച്ച് കളയുന്നത്? കുടുംബത്തിൽ ഈ ഒരു ഡിവിഷൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അഭിപ്രായ വ്യത്യാസം പല മേഖലകളിലും ഒന്ന് പറഞ്ഞാൽ മറ്റുള്ള കേൾക്കാൻ പറ്റാത്ത ഇടം. നമ്മുടെ കുടുംബത്തിൽ വലിയ ദൈവത്തിന്റെ പദ്ധതി എല്ലാവരും ഒരേ മനസ്സോടുകൂടി അന്വേഷിക്കണം. ഈ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത് ദൈവം തന്ന ആത്മാക്കളാണ് ഈ കുടുംബത്തിലുള്ളത്. എൻ്റെ ഭാര്യ, എൻ്റെ മക്കള്, എൻ്റെ ഭർത്താവ്, അപ്പൻ, അമ്മ എന്നൊക്കെ എല്ലാവരും ചിന്തിക്കുമ്പോൾ, നമ്മൾ ആ ദൈവഹിതത്തിനനുസരിച്ച് ജീവിക്കുമ്പോൾ കുടുംബം നസ്രത്തെ തിരുക്കുടുംബം പോലെയായിട്ട് മാറുന്നു. അപ്പൊ നമുക്കറിയാം ഈ നസ്രത്തെ കുടുംബത്തെ അത് അത്ഭുതത്തിന്റെ വേദിയൊന്നും ആയിരുന്നില്ല, വലിയ പ്രസംഗങ്ങളൊന്നും അവിടെ നമ്മൾ കാണുന്നില്ല. എന്നാൽ ദൈവം സന്തോഷത്തോടെ പാർത്ത അല്ലെങ്കിൽ താമസിച്ച ഇടമാണ് ആ നസ്രത്തെ തിരുക്കുടുംബം. ഓരോരുത്തരും അവരുടെ കർത്തവ്യങ്ങൾ കൃത്യമായിട്ട് നിർവഹിക്കുമ്പോൾ, ദൈവഹിതം ആരായുമ്പോൾ അവിടെ ദൈവം ഇടപെടുന്നു, കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുകയാണ്. നമ്മൾ പറയാണ് നസ്രത്തെ തിരുക്കുടുംബത്തെ കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. ഒരു പെർഫെക്റ്റ് കുടുംബമൊന്നും ആയിരുന്നില്ല തിരുക്കുടുംബം. നമുക്ക് കാണുന്നത് താമസിക്കാൻ ഇടമില്ല. അതുപോലെ ഈജിപ്തിലേക്ക് പലായനം ചെയ്യുന്ന അഭയാർത്ഥിയായിട്ട് പോകുന്ന അവസ്ഥ, ദാരിദ്ര്യം, ഭയം, അനിശ്ചിതത്വം, ഇതെല്ലാം അവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെയൊക്കെ നടുവിലും ദൈവത്തെ അന്വേഷിച്ചു. ദൈവം അവരുടെ കൂടെ ഉണ്ടായിരുന്നു. കുടുംബത്തിന്റെ വിശുദ്ധി പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ടല്ല, ദൈവത്തിൽ പിടിച്ച് നിന്നതുകൊണ്ടാണ്, ദൈവഹിതം അന്വേഷിച്ചതുകൊണ്ടാണ്. ഇന്ന് നമ്മുടെ കുടുംബങ്ങൾക്ക് ഇത് വലിയൊരു ആശ്വാസമാണ് പ്രിയമുള്ളവരെ. ഇന്ന് എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിചയം, എൻ്റെ കുടുംബത്തിൽ എന്ത് സംഭവിച്ചു, എൻ്റെ കുടുംബത്തിൽ എന്താ സമാധാനമില്ലാത്തത്, ഐക്യമില്ലാത്തത് എന്തുകൊണ്ടാണ്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഹൃദയം തുറന്ന് സംസാരിക്കുന്നുണ്ടോ? ഇന്ന് പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെയൊക്കെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നുണ്ട്. കൊളോസ്യർക്കെതിരെ ലേഖനം വായിക്കുമ്പോൾ 3-ാം അധ്യായം 12-ാം വാക്യം അവിടെ പറയുന്നുണ്ട്, വിശുദ്ധ പൗലോസ് അപ്പോസ്തലനിലൂടെ കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവത്തിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാചനങ്ങളും പരിശുദ്ധരും എന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ.
ഒരു കുടുംബത്തിൽ ഉണ്ടായിരിക്കേണ്ട പ്രധാനപ്പെട്ട പുണ്യങ്ങളാണ് കരുണയും ദയയും വിനയവും സൗമ്യതയും ക്ഷമയും ഒക്കെ. ഇത് നമ്മൾ ധരിക്കണം, ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറണം. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് ക്ഷമ പഠിപ്പിക്കുന്ന ഒരിടമാകണം, സഹനം അഭ്യസിക്കുന്ന ഇടമായിട്ട് മാറണം, സ്നേഹം വളരുന്ന ഒരു സ്ഥലമായിട്ട് മാറണം. പരിശുദ്ധ നമ്മുടെ വിശുദ്ധ തിരുക്കുടുംബത്തെക്കുറിച്ച് നമ്മൾ കാണുമ്പോൾ അവിടെ പരിശുദ്ധമ്മ വിശ്വാസം ജീവിക്കുകയാണ്. ജോസഫ് എന്താണ് ഉത്തരവാദിത്വത്തോടുകൂടി എല്ലാം ചെയ്യുകയാണ്. ഈശോ ആ ദൈവപിതാവിൻ്റെ ഹിതം അനുസരിച്ച് ജീവിക്കുകയാണ്. ഇന്നത്തെ കുടുംബങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ല, ആശയവിനിമയം ഇല്ല, ഒരുമിച്ചിരിക്കുന്നില്ല. പിന്നെ തിരക്കാണ്, എപ്പോഴും തിരക്ക് കൂടുതൽ, ജോലി തിരക്ക്, അല്ലെങ്കിൽ അങ്ങോട്ട് പോകണം ഇങ്ങോട്ട് പോകണം, സ്വസ്ഥമായിട്ടൊന്ന് ഇരിക്കാൻ, വെറുതെ ഒന്ന് സംസാരിക്കാൻ, അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ തീർക്കാൻ, ഐക്യത്തിൽ പോകാൻ. അല്ലെങ്കിൽ നമ്മളിന്ന് ഭരിക്കുന്നത് മൊബൈൽ ഫോണാണ്. കുടുംബത്തിൽ ഇന്ന് 4 പേരുണ്ടെങ്കിൽ 8 മൊബൈൽ ഫോണാണ് കുടുംബത്തിൽ. അപ്പോൾ അത് നോക്കിക്കൊണ്ടിരിക്കാൻ മാത്രം സമയം, എല്ലാവരും എന്തൊക്കെയോ തിരക്കോട് ചെയ്തിരിക്കുക. ഈ കുടുംബം അതിൻ്റെ സ്നേഹം പങ്കുവയ്ക്കപ്പെടുന്നില്ല, എവിടെയൊക്കെയോ മനുഷ്യൻ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഈ നമ്മൾ സ്ക്രീനിലായി പോകണം നമ്മുടെ ജീവിതം, ക്ഷമയില്ലാത്ത ജീവിതമാണ്. അപ്പോൾ എൻ്റെ വീട്ടിൽ നമ്മളവർക്ക് ഇന്ന് പരിശോധിക്കണം പ്രിയമുള്ളവർ, ഈ തിരുക്കുടുംബത്തെ തിരുനാളാകുന്നു എങ്ങനെയാണ് ഈ നസ്രത്തിലെ കുടുംബം തിരുക്കുടുംബമായിട്ട്. ഒന്നാമതായിട്ട് ദൈവഹിതം ആരാഞ്ഞു എന്നുള്ളതാണ്. അത് എങ്ങനെയാണ്? പ്രാർത്ഥനയിലാണ് ദൈവത്തിൻ്റെ ഹിതം ആരായേണ്ടത്. കുടുംബത്തിൽ അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ, ഒരു രോഗാവസ്ഥ വരുമ്പോൾ, തകർച്ച ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴൊക്കെ നമ്മൾ ദൈവഹിതം ആരായണം. ദൈവം എന്താണ് എന്നെക്കുറിച്ച് പറയുക. നമ്മൾ നമ്മുടെ വ്യക്തി ബന്ധങ്ങളെ പരിശോധിക്കണം. ബന്ധങ്ങൾ നഷ്ടപ്പെട്ടു പോകരുത്. നമ്മൾ ആരെങ്കിലും സ്നേഹമുണ്ടോ, അവിടെ ക്ഷമിക്കാൻ തയ്യാറാവുണ്ടോ, സാക്രിഫൈസ്. അപ്പോൾ അതൊക്കെ ഉള്ളപ്പോഴാണ് കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. ഈ ദിവസം നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബം പ്രാർത്ഥനയുള്ള കുടുംബമായിട്ട് മാറട്ടെ, സ്നേഹമുള്ള കുടുംബമായിട്ട് മാറട്ടെ, ക്ഷമയുള്ള കുടുംബമായിട്ട് മാറട്ടെ, ദൈവം വസിക്കുന്ന ഭവനമായിട്ട് കർത്താവെ മാറട്ടെ. കർത്താവെ, ഞങ്ങളുടെ കുടുംബങ്ങളിൽ നീ വസിക്കണം. ആ കുടുംബങ്ങളിൽ അങ്ങയുടെ ആ കൃപ നിറയണം, അങ്ങയുടെ സാന്നിധ്യം നിറയണം. ഞങ്ങൾ കൊളോസസ് ലേഖനത്തിൽ വായിച്ചു കേട്ടതുപോലെ ഞങ്ങളുടെ കുടുംബങ്ങൾ ആ കരുണയും അതുപോലെ സ്നേഹവും ഒക്കെ നിറഞ്ഞ ഒരിടമായിട്ട് കർത്താവെ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. വിവിധങ്ങളായ പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടാവും കുടുംബത്ത്. പലപ്പോഴും സ്നേഹരാഹിത്യം, ക്ഷമയില്ല, പ്രാർത്ഥനയില്ല, ഉദാശയില്ല, അതുപോലെ വഴിവിട്ട ജീവിതം നയിക്കുന്ന മക്കള്. ഈ അവസ്ഥകളിലൊക്കെ ഈ മക്കളെ കൂടി തിരുക്കരങ്ങൾ സമയം ഈശോ വളർന്നു വന്നതുപോലെ ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിൻ്റെ മനുഷ്യരുടെ പ്രീതിയിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളർന്നു വരുവാൻ കർത്താവെ അങ്ങയോട് അവരെ ചേർത്ത് നിർത്തി വളർത്തുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളും എല്ലാം നസ്രത്തിലെ തിരു കുടുംബം പോലെയായിട്ട് മാറട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.